അന്ന് രാത്രി ദീപക് ഉറങ്ങാൻ വളരെയേറെ വൈകിയിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ എന്തോ അലർച്ച കേട്ട് അയാൾ എഴുന്നേറ്റു. അപ്പോൾ അയാൾ കണ്ടത് ഒരു കറുത്ത സാരി ധരിച്ച സ്ത്രീരൂപം പുറത്തു നിൽക്കുന്നതാണ്. ആദ്യം അയാളൊന്ന് ഭയന്നെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് അയാൾ പുറത്തേക്കിറങ്ങി. എന്തായാലും ഇതിൻ്റെയെല്ലാം സത്യം താൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്നും എന്നാൽ മാത്രമേ തനിക്കും തൻ്റെ കുടുംബത്തിനും ഈ വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ എന്നയാൾ ഉറപ്പിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അയൽവാസികളിൽ നിന്നും ജഡ്ജി ഗോവിന്ദമേനോന്റെ ഇപ്പോഴത്തെ മേൽവിലാസം വാങ്ങി അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ സന്ദീപ് എറണാകുളത്തേക്ക് പുറപ്പെട്ടു. എറണാകുളത്തെത്തിയ സന്ദീപ് ജഡ്ജി ഗോവിന്ദമേനോനെ കണ്ടെങ്കിലും സന്ദീപ് ഇതുവരെ അവിടെ കണ്ടതും കേട്ടതുമായ ഒരു കാര്യങ്ങളും ജഡ്ജിയോട് പറഞ്ഞില്ല. "ഞാനീ അടുത്ത കാലത്താണ് ആ വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നതെന്നറിഞ്ഞതെന്നും സാർ എന്താണ് ഇതുവരെയും അതിൻ്റെ പുനർപരിശോധനയ്ക്ക് ആരെയും സമീപിക്കാഞ്ഞതെന്നും അയാൾ ചോദിച്ചു. ഇത് കേട്ടതോടെ ജഡ്ജി ആകെ അസ്വസ്ഥനായി. അപ്പോഴേക്കും അയാളുടെ ഭാര്യ അവിടേക്ക് വന്നു. "നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുതെന്നും അദ്ദേഹം ഇപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോഴേക്കും ജഡ്ജിയുടെ മൂത്ത മകൾ ലാവണ്യയും ഭർത്താവ് ശ്രീധറും പുറത്തുപോയിട്ട് അവിടേക്ക് വന്നു. "നിങ്ങളുടെ ഒറ്റപ്പാലത്തെ വീട് വാങ്ങിച്ചത് ഞാനാണെന്നും ഞാനൊരു പോലീസ് ഓഫീസറാണെന്നും സന്ദീപ് അവരെ പരിചയപ്പെടുത്തി. സന്ദീപ് ഈ കാര്യം പറഞ്ഞതും അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.